എല്ലാവരുടെയും പരാതികളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി BN വാസവൻ. താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ പരാതികളും അപേക്ഷകളും തീർപ്പാക്കാനായി മന്ത്രിമാർ പങ്കെടുത്ത് നടത്തുന്ന കരുതലും കൈത്താങ്ങും മീനച്ചിൽ താലൂക്ക് പരാതി പരിഹാര അദാലത്ത് പാലാ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അദാലത്തുകളിൽ പരാതികൾ കുറഞ്ഞു വരുന്നത് പരാതികളിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ടാണെന്ന് മന്ത്രി പറഞ്ഞു. ഒട്ടേറെ പരാതികൾക്ക് പരിഹാരങ്ങളാണ് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞത്. രണ്ടാം ഘട്ടം മേഖലാടിസ്ഥാനത്തിൽ നടന്ന പരാതിയിലും ഒട്ടുവളരെ പരിഹാരങ്ങൾ കഴിഞ്ഞു. ഈ പ്രാവശ്യം കോട്ടയം താലൂക്കിലും മിക്ക താലൂക്കിലും കഴിഞ്ഞു. കിട്ടിയിടത്തോളം പരാതികൾ തീർത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് കിട്ടുന്ന പരാതിയെല്ലാം 15 ദിവസത്തിനുള്ളിൽ അവരവർക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതി പരിഹരിച്ച് മറുപടി നൽകും. നേരത്തെ കൊടുത്തിട്ടുള്ള പരാതികളാണ് ഇന്ന് പരിഗണിക്കുക. ആദ്യമായി 10 റേഷൻ കാർഡുകൾ ഇന്ന് കൊടുത്തുകൊണ്ടായിരിക്കും മീനച്ചിൽ താലൂക്കിലെ പരാതികൾക്ക് പരിഹാരത്തിന് തുടക്കം കുറിക്കുക. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കോട്ടയം, വൈക്കം താലൂക്ക് അദാലത്തുകളിൽ നിരവധി പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 2023 ഇതുപോലെ തന്നെ നമുക്ക് അദാലത്ത് നടത്താനായിട്ട് സാധിച്ചു. അതിനുശേഷം ഷോർട്ട് ഡേയ്സ് വീണ്ടും ഇഷ്ടമായി ആ അദാലത്തിൽ പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിലും കുറച്ചുകൂടി ജനങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാകത്തക്ക വിധത്തിൽ പരിഹരിക്കാൻ സാധിക്കാത്ത പൊതുവിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ടിട്ടുള്ള റീജിയണലായിട്ടുള്ള രീതിയിൽ ഉന്നത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, പാലാ നഗരസഭാ ചെയർമാൻ ഷാജി വി തുരുത്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി, രാജേഷ് വാലുപ്രാകൽ, നഗരസഭാംഗം ബിജി ജോജോ കുടക്കിച്ചിറ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P. ആനന്ദ്, RDO KP ദീപ, തഹസിൽദാർ ലിറ്റിമോൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ.